ക്രിസ്തുമസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ്. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്ക് പിണക്കങ്ങളും തർക്കങ്ങളും ഒഴിവാക്കി എല്ലാവരോടും ശാന്തതയോടും ക്ഷമയോടും പെരുമാറാം. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. നിറവയറുമായി ചെന്ന മേരിക്ക് മുന്നിൽ സത്രത്തിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു. നമുക്ക് മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ സ്നേഹത്തോടെ സ്വീകരിക്കാം. നമ്മളാൽ ആകുന്നവ ചെയ്തു കൊടുത്തുകൊണ്ട് ക്രിസ്മസിനെ വരവേൽക്കാനായി നമുക്കൊരുങ്ങാം. സ്വർഗീയ സന്ദേശങ്ങൾ നമ്മെ അറിയിക്കുന്ന മാലാഖമാരെ പോലെ നമ്മെ സമീപിക്കുന്നവർക്ക് സമാധാനത്തിന്റെ സദ്വാർത്ത അറിയിക്കുന്നവരായി നമുക്കും മാറാം. ഉണ്ണീശോയുടെ ജനനത്തിനായി നമുക്കൊരുങ്ങാം. ഉണ്ണീശോയുടെ വരവേൽപ്പിനായി കാത്തു നിൽക്കുന്ന നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ നന്മകളും പ്രവൃത്തികളും തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാം. ഇനിയും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. ക്രിസ്തുമസിനെ വരവേൽക്കാനായി നമുക്കൊരുങ്ങാം. ഒരു പൂന്തോട്ടത്തെ മനോഹരമാക്കുന്നത് അതിലെ വ്യത്യസ്തമായ മണത്തിലും നിറത്തിലും വെളുപ്പത്തിലുമുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ ഈ ലോകമാകുന്ന പൂന്തോട്ടത്തിൽ വ്യത്യസ്തമായ കഴിവുകളും നന്മകളും ഉള്ളവരാണ് നമ്മൾ. ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദിയുള്ള നല്ല മക്കളായി നല്ല പൗരന്മാരായി നമുക്ക് വളരാം. ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ക്രിസ്തുമസ് എല്ലാവരുടെയും മനസ്സിൽ ആനന്ദം ഉണർത്തുന്നു. ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങുന്ന നമ്മൾ ഇന്ന് ഉണ്ണീശോയുടെ നിഷ്കളങ്കത സ്വന്തമാക്കാം. ദുർവാശി, മടി, അസൂയ ഇവയോട് ബൈ പറയാം. അങ്ങനെ ഉണ്ണീശോയെ വരവേൽക്കാനായി നമുക്ക് ഒരുങ്ങാം. ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഇടമായത് വെറും ഒരു കാലിത്തൊഴുത്താണ്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന നമുക്ക് നമ്മുടെ വിദ്യാലയത്തിലും ഒരു ഇടം കൊടുക്കാം. നമ്മെ വേദനിപ്പിക്കുന്നവരോടും ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണീശോയെ വരവേൽക്കാം. ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ബെത്ലഹേമിലേക്കുള്ള വഴികാട്ടിയായത് ഒരു വാൽനക്ഷത്രമാണ്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നല്ല മാതൃകകളായി നല്ല വഴികാട്ടികളായി നമുക്ക് വളരാം. അങ്ങനെ ഉണ്ണീശോയെ വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. ഈശോയുടെ ജീവിതയാത്രയിൽ സുപ്രധാനമായ 2 യാത്രയിലും ഈശോ തെരഞ്ഞെടുക്കുന്നത് കഴുതയെയാണ്. കുറവുകളെ നിറവുകളാക്കുവാൻ കഴിവുള്ള ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്കൊരുങ്ങാം. ഒരു കുഞ്ഞിന്റെ ജനനം ഒരു കാലഘട്ടത്തെ AD എന്നും BC എന്നും വേർതിരിച്ചു. ഈ ഭൂമിയിൽ പിറന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നല്ല പൗരനായി നമുക്ക് ജീവിക്കാം. നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങാം. ഒരു ജനത മുഴുവൻ രക്ഷകനായി കാത്തിരുന്നു. എന്റെ സാന്നിധ്യവും സാമീപ്യവും എന്റെ കൂട്ടുകാർക്കും അയൽവാസികൾക്കും എത്രമാത്രം അനുഗ്രഹമുള്ളതായി ഞാൻ മാറ്റണം. നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങാം. കാലികൾ വസിക്കുന്ന ഇടമാണ് കാലിത്തൊഴുത്തെങ്കിലും ദൈവപുത്രൻ ജനിച്ചത് ഈ കാലിത്തൊഴുത്തിലാണ്. മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കാണാതെ അവരിലെ നന്മ കണ്ടുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുമസിനെ വരവേൽക്കാനായി നമുക്കൊരുങ്ങാം. ഐ ആം സോറി, എനിക്ക് തെറ്റുപറ്റി എന്ന ഒറ്റ വാക്കു മതി ഏതൊരകൽച്ചയും ഇല്ലായ്മ ചെയ്യാൻ. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് സ്നേഹം പുഷ്പിക്കുന്നത്. നമുക്ക് ക്രിസ്മസിനെ വരവേൽക്കാനായി ഒരുങ്ങാം. ഉണ്ണീശോയെ ആദ്യം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചത് ഒന്നുമല്ലാതായിരുന്ന ആട്ടിടയന്മാർക്കാണ്. നമുക്ക് ചുറ്റുമുള്ള പഠിക്കാൻ കുറവുള്ള കൂട്ടുകാരെ നമുക്ക് സഹായിക്കാം. അവരെയും പഠനത്തിലേക്ക് നമുക്ക് ഉയർത്താം. ക്രിസ്തുമസിനെ വരവേൽക്കാനായി നമുക്ക് ഒരുങ്ങാം. ആട്ടിടയനെയും രാജാവിനെയും കാലിത്തൊഴുത്തിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവസന്നിധിയിൽ ചെറിയവനും വലിയവനും ഒരുപോലെ എന്ന സത്യം തിരിച്ചറിഞ്ഞ് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ എല്ലാ കൂട്ടുകാരെയും സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്കൊരുങ്ങാം. മാതാപിതാ ഗുരു ദൈവമെന്നാണല്ലോ. ദൈവത്തിനെ സ്നേഹിക്കുന്നതിന് മുൻപ് മാതാവിനെയും പിതാവിനെയും ഗുരുക്കന്മാരെയും നാം സ്നേഹിക്കണം. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുമസിനെ വരവേൽക്കാനായി നമുക്ക് ഒരുങ്ങാം. എളിമയുണ്ടെങ്കിൽ വളർച്ചയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ എളിമയുള്ള കുട്ടികളായി നമുക്ക് വളരാം. നമുക്ക് ക്രിസ്തുമസിനെ വരവേൽക്കാനായി ഒരുങ്ങാം. ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കണം. നമുക്കാവും വിധം നമ്മുടെ സഹോദരങ്ങളെ സഹായിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്കൊരുങ്ങാം. കത്തിയൊരുകിത്തീരുന്ന മെഴുകുതിരിയെ കണ്ടിട്ടില്ലേ? അവ ഒരുകിത്തീരും, ചുറ്റുമുള്ളവർക്ക് പ്രകാശം നൽകുന്നു.
നമുക്കും കൂടെ പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് പ്രകാശമായി മാറാം. ക്രിസ്മസിനെ വരവേൽക്കാൻ നമുക്കൊരുങ്ങാം. ചിരി ഒരു ഔഷധമാണ്. നമ്മുടെ അധ്യാപകരുടെയും കൂടെ പഠിക്കുന്നവരുടെയും മുഖത്തു നോക്കി ഒരു ചെറിയ പുഞ്ചിരി നൽകാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്മസിനെ വരവേൽക്കാൻ നമുക്കൊരുങ്ങാം. മിന്നാമിനുങ്ങ് കാഴ്ചയിൽ ചെറുതാണ്, എങ്കിലും അവ തനിക്ക് ആവും വിധം ലോകത്തിന് പ്രകാശം നൽകുന്നു. കുട്ടികളായ നമുക്കും ലോകത്തിന് ചെയ്യാൻ കഴിയുന്ന ഒത്തിരിയേറെ നന്മകളുണ്ട്. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ച് നമുക്ക് ജീവിക്കാം. ക്രിസ്മസിനെ വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. മതവ്യത്യാസം കൂടാതെ നമ്മുടെ സഹപാഠികളെ സ്നേഹിക്കാനും സഹായിക്കാനും നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം പൂവണിയുന്നത്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ ഒരിക്കലും തങ്ങൾക്ക് വേണ്ടി മാത്രമല്ല മിന്നിത്തിളങ്ങിയത്, മറ്റുള്ളവർക്കും വേണ്ടിയാണ്. കൂടെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ സാന്നിധ്യം ഇഷ്ടമുള്ളതായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. ഡിസംബർ മാസത്തിന്റെ സൗന്ദര്യവും ആകർഷണതയും കൂട്ടുന്നത് പെയ്തിറങ്ങുന്ന മഞ്ഞൻ കണികകളാണ്. മദ്യത്തിനെയും മറ്റുള്ള ലഹരി വസ്തുക്കളെയും നമ്മുടെ ഭവനത്തിൽ നിന്നും പ്രദേശത്തിൽ നിന്നും ലോകത്തിൽ നിന്നും മാറ്റിക്കളയാൻ നമുക്ക് കൈകോർക്കാം. അങ്ങനെ കുളിർമയേകുന്ന മഞ്ഞൻ കളികളായി നമുക്ക് മാറാം. ക്രിസ്തുമസിനെ വരവേൽക്കാൻ നമുക്ക് ഒരുങ്ങാം. ഇന്ന് ക്രിസ്തുമസ്. ദാവീദിന്റെ പട്ടണത്തിൽ നമുക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യും ഈ പുൽക്കൊടിലിൽ, പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യും ഈ പുൽക്കൊടിലിൽ, പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ഏവർക്കും ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.